എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരുപാട് പുതുമകളോട് കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് നേരത്തെ തന്നെ ടീച്ചർ നിങ്ങൾക്ക് നോട്ട് തന്നു. ആ നോട്ട് വെച്ചിട്ട് നിങ്ങളോട് ക്ലാസ്സിൽ കയറാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങള് ജസ്റ്റ് ഈ ഗൂഗിൾ മീറ്റിൽ നിങ്ങളെ കാണുകയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ എവിടെയാണോ നോട്ട് കിടക്കുന്നത് ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിൽ വെക്കുക. ആ കൂട്ടത്തിൽ താഴെ എവിടെയെങ്കിലും അല്ലെങ്കിൽ മുകളിൽ എവിടെയെങ്കിലും പോയി ഗൂഗിൾ മീറ്റ് അവിടെ കിടന്നു പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം ഗൂഗിൾ മീറ്റിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൈക്ക് ഓൺ ആക്കി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ക്യാമറ ഒന്നും തുറന്നു വെക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ക്യാമറ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ക്യാമറ തുറന്നു വെക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ നമുക്ക് കാണേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാണണമെങ്കിൽ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നമ്മൾ കണ്ടോളൂ. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞു തരും. അതിൽ കൂടുതൽ ടീച്ചർ പറഞ്ഞു തരില്ല. കാരണം ഇതിന്റെ റെക്കോർഡ് വേർഷൻ ഉള്ളതാണ്. റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ലഭിക്കും. അതുപോലെ നാളെ മുതൽ നിങ്ങൾക്ക് ഈ നോട്ട് ആപ്ലിക്കേഷനിൽ മാത്രമായിരിക്കും ലഭിക്കുക. നിങ്ങൾക്ക് ഇന്നിപ്പോ ഞാൻ അല്ലാണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. എന്നാലും നാളെ മുതൽ നിങ്ങൾക്ക് അത് നോട്ട് ആപ്ലിക്കേഷനിൽ മാത്രമായിരിക്കും. കാരണം അല്ലാതെ നമ്മളത് ഷെയർ ചെയ്യാൻ പറ്റില്ല. ടീച്ചർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതാണ്. ടീച്ചറിന് ഇന്നും തീരെ വയ്യ. ടീച്ചറിന്റെ DLEDന്റെ കുട്ടികളെ കൊണ്ട് ടൂറോ എന്തോ പോയിട്ട് തിരിച്ചു വന്നിട്ട് നല്ല ജലദോഷം പനിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടോ എന്തോ ആണ് ആ പാവം ഇന്ന് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. എന്നെ പേടിച്ച് കയറിയിരിക്കുന്നതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ടീച്ചറിന്റെ ആ നല്ല മനസ്സിന് ഒരുപാട് നന്ദി. ടീച്ചർ നല്ല തിരക്കുള്ള ഒരു അധ്യാപികയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. ഇതിനു മുമ്പ് നമുക്ക് EVSന്റെ ക്ലാസ്സുകൾ ടീച്ചറാണ് എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിയാം, ടീച്ചറിന്റെ പരസ്യങ്ങളൊക്കെ EVSലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സൈക്കോളജി ടീച്ചർ ആയിരുന്നു ടീച്ചർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ടീച്ചറിനോട് EVS എടുക്കാമെന്ന് വെച്ചാൽ ടീച്ചർ EVS എടുക്കാമെന്ന് പറഞ്ഞ് EVSലേക്ക് മാറി. വീണ്ടും നമ്മൾ ടീച്ചറിനെ സൈക്കോളജിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം നമ്മൾ കാറ്റഗറി 3യുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഉടനെ കാറ്റഗറി 3യുടെ കൂടി ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പൊ അതുകൊണ്ട് ഇതുവരെ കാറ്റഗറി 3 ഇല്ലായിരുന്നു. ഇപ്പം ഒരുപാട് പേര് ഇങ്ങനെ അന്വേഷിക്കുന്നതുകൊണ്ട് നമ്മൾ 3 കൂടി ആരംഭിക്കുകയാണ്. അതിന് ജീന ടീച്ചർ 3യിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് നമ്മൾ ടീച്ചറിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ടീച്ചറിന് പിന്നെ ഇതൊന്നും ഒരു പുത്തിരിയുള്ള കാര്യമല്ല. ടീച്ചർ DLEDന്റെ പുസ്തകമൊക്കെ കാണാതെ അരച്ചു കലക്കി കുറിച്ചേക്കുന്ന ടീച്ചറാണ്. കാരണം ഞാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പം ആൻസർ കീ ഇടാനൊക്കെ വേണ്ടിയിട്ട് ടീച്ചറിന്റെ അടുത്തേക്കാണ് ആദ്യം അത് അയച്ചു കൊടുക്കുന്നത്. ടീച്ചറാണ് അതിന്റെ ഉത്തരസൂചിക തയ്യാറാക്കി തരുന്നതൊക്കെ. അപ്പൊ സൈക്കോളജി ആയാലും EVS ആയാലും. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചറിന് ഈ DLEDന്റെ കരിക്കൂലം ഒന്നും നമ്മൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ടീച്ചർ അത്രയ്ക്ക് നല്ല എക്സ്പേർട്ടാണ് ആ കാര്യത്തില്. എന്തായാലും പിന്നെ ഒരു കുഞ്ഞു ഭാവേനെ പഠിപ്പിക്കുന്നവരെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ടീച്ചർ. ഭയങ്കര ക്ഷമയുള്ള ടീച്ചറാണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് പുതിയൊരു അധ്യായം ഇവിടെ കുറിക്കാം. പിന്നെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. കാരണം ഈ ഒരു കേട്ടിട്ട് പരീക്ഷ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ മെനക്കെട്ട് കുറെ കാലാകാലങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു കഥയില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കടമ്പ കടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. 90 മാർക്കിന്റെ അപ്പുറത്തേക്ക് 91, 92, 93, 95, 149 പോലും നമുക്ക് വേണ്ട. കൃത്യം 90 മാർക്ക്, 82 മാർക്ക്, 75 മാർക്ക് ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളോട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വലിച്ചു വായിട്ടൊരു പഠനം നിങ്ങളുടെ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. നമുക്ക് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ തരൂ. അത് നിങ്ങൾ മാന്യമായിട്ട് കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ക്ലാസ് നയിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വിദ്യ ടീച്ചറെ ക്ഷണിക്കുക. ഗുഡ് ഈവനിങ്. എന്നെ പറ്റി ഒരുപാട് പൊക്കി പറഞ്ഞു. നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കൊല്ലത്തൊരു DLED സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു. സാറ് പറഞ്ഞു ഞാൻ സൈക്കോളജി EVS ഞാൻ എടുത്തിട്ടില്ലാത്ത 2 വിഷയങ്ങൾ എന്ന് പറയുന്നത് മാത്സും മലയാളവും മാത്രമേ ഉള്ളൂ ഞാൻ DLEDന്റെ ആ ഒരു സിലബസിൽ എടുത്തിട്ടില്ലാത്ത 2 വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയാതെ നിങ്ങൾക്ക് ആദ്യമേ എൻ്റെ ആശംസ, അനുഗ്രഹമാണ്. എല്ലാവരും ഈ തവണത്തെ കേറ്ററ്റ് പരീക്ഷയിൽ നിങ്ങൾ എല്ലാവരും പാസ്സാകാൻ നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സാറ് പറഞ്ഞു ഞാൻ സൈക്കോളജിയാ എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ എന്താണ് സൈക്കോളജി എന്ന് നമ്മളൊന്ന് അറിയേണ്ടിയിരിക്കുന്നു, അല്ലെ? നിങ്ങൾ എല്ലാവരും സൈക്കോളജി പഠിച്ചവരാണ്. എന്തായാലും എല്ലാവരും TTCയോ BEdോ കഴിഞ്ഞ ആളുകളായിരിക്കും.
അപ്പൊ നമ്മൾ എല്ലാവരും സൈക്കോളജി പഠിച്ചതാണ്. ജസ്റ്റ് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരുപാട് കാട് കയറിയൊന്നും എന്താ പറയുന്ന ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പഠിച്ചിട്ട് പോകുന്ന ഒരു എന്താ പറയുക, DLEDന്റെ സിലബസിനകത്തിലുള്ളത് അല്ലെങ്കിൽ BEdന്റെ സിലബസിനകത്തിലുള്ളത് മാത്രമാണ് പഠിക്കേണ്ടി വരുന്നത്. അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും, നേരെ മറിച്ച് EVS ഒക്കെ ആണെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ സൈക്കോളജിക്ക് അങ്ങനെ ഒരു നല്ല എന്താ പറയാ ഒരു ഭാഗ്യമുള്ള വിഷയമാണ് സൈക്കോളജി. മൊത്തം മാർക്കും വാങ്ങിക്കുന്ന കുട്ടികളും ഉണ്ട് സൈക്കോളജിക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും തന്നെ പറയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരുടെ കയ്യിലും നോട്ട്സ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആർക്കൊന്നും എഴുതിയെടുക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ നോട്ട്സിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് അപ്പൊ തന്നെ അതിനെ ബൈഹാർട്ട് ചെയ്ത് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഏത് വിഷയം പഠിക്കുമ്പോഴും അതിന്റെ റൂട്ട് എവിടെ നിന്നാണ് പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലെ? അപ്പൊ നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് ഒരു 2 ഗ്രീക്ക് പദങ്ങളായ സൈക്കെ അല്ലെങ്കിൽ സൈക്കി എന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്. PSYCHE സൈക്കി എന്നും ലോഗോസ് എന്നും പറയുന്ന 2 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന വാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ സൈക്കെ എന്ന വാക്കിന്റെ അർത്ഥം ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നാണ്. സൈക്കി എന്ന് പറഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി, നോളജ്, സയൻസ് എന്നൊക്കെയാണ്, അറിവ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ബയോളജി ഒക്കെ പഠിക്കും, പറയാം ബയോ പ്ലസ് ലോഗോസ്, ബയോസ് പ്ലസ് ലോഗോസ് എന്നാണ് നമ്മൾ ബയോളജി ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ലോഗോസ്, അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ആത്മാവിനെ പറ്റിയുള്ള പഠനം. അപ്പം ഈ പേര് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ടുവന്നത്, ഈ വിഷയത്തിന് സൈക്കോളജി എന്ന പേരിട്ട ആളുടെ പേരാണ് റുഡോൾഫ് ഗോക്കൽ. GOCKEL എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. റുഡോൾഫ് ഗോക്കൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫർ ആണ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ സൈക്കോളജിക്ക് നാമകരണം കൊടുത്തത് റുഡോൾഫ് ഗോക്കൽ ആണ്. അതുപോലെ പറഞ്ഞു ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി. അപ്പം ഈ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം പോലും ഗ്രീക്കിലാണ് ആദ്യമായി ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പം ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ആ ഒരു ആശയം, ആ ഒരു സങ്കല്പം ആദ്യമായി ഉരുത്തിരിഞ്ഞു വന്നത് എവിടെയാണ്? ഗ്രീസിലാണ്. പൈതഗോറസ്, നിങ്ങൾക്കറിയാം മതമാറ്റീഷ്യനാണ് അല്ലെ പൈതഗോറസ്. പൈതഗോറസിന്റെ അനുയായികളാണ് ഈ ആശയത്തിന് ഏറെ പ്രചാരം നൽകിയത്. ഏതാ? ആത്മാവ് എന്ന ആ ഒരു സങ്കല്പത്തിന്. അതുപോലെ ടീച്ചറിന്റെ മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഞാൻ ഓഫ് ചെയ്ത ചുമക്കുന്നത് കൊണ്ടാണ്. ഓ ശരി, ഒത്തിരി ഒച്ച പറയണ്ട. ഓക്കെ. അപ്പൊ മനസ്സിനെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ ശ്രമിച്ചവരിൽ പ്രമുഖൻ അരിസ്റ്റോട്ടിൽ ആയിരുന്നു. അരിസ്റ്റോട്ടിലിനെയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പൊ ഈ അരിസ്റ്റോട്ടിലാണ് നമ്മുടെ മനസ്സിനെ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു അരിസ്റ്റോട്ടിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? ആ ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം നമ്മുടെ മനസ്സ് എന്നതിനെയും ആത്മാവ് എന്നതിനെയും അതായത് ഭിന്ന ഗുണങ്ങളുള്ള 2 പ്രതിഭാസങ്ങൾ. അപ്പൊ നമ്മളെപ്പോഴും മനസ്സ് എന്ന് പറയുന്നു, നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നു. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയും ആത്മാവെന്ന് പറയുന്നത് മറ്റൊന്നുമായാണ് അരിസ്റ്റോട്ടിൽ കണക്കാക്കിയത്. ഞാൻ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ എന്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ആത്മാവ് എവിടെയാണ്? സൈക്കോളജി തുടങ്ങുന്നത് അങ്ങനെയാണ്, ആത്മാവ് എവിടെയാണ്? ചിലർ പറയും ഹൃദയത്തിലാണെന്ന് പറയും, ചിലർ പറയും ബ്രെയിനിലാണെന്ന് പറയും, ചിലർ പറയും ആത്മാവെന്നൊന്നും ഇല്ല എന്ന് പറയും, ആത്മാവ് പുനഃസൃഷ്ടിക്കപ്പെടും. അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുന്ന കോൺസെപ്റ്റ്സ് നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പൊ മനസ്സും ആത്മാവും, ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് ആദ്യ കാലങ്ങളിൽ പറഞ്ഞു വെച്ചത്. പിന്നീട് കുറച്ച് എന്താ പറയുക, ഓരോരുത്തരുടെയും ഒരു ഡെഫിനിഷൻ പോലെ കുറച്ച് കാര്യങ്ങളാണ്. മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്.
മനഃശാസ്ത്രം, അപ്പൊ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് വന്നവര് ചോദിക്കാണ്, എന്താണ് ആത്മാവ്, അത് എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് അതിന്റെ നിലനിൽപ്പ്, നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടര് പിറകെ വന്നു. ഈ ഒരു ഡെഫിനിഷൻ അരിസ്റ്റോട്ടലിനെ പോലെയുള്ളവർ പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ വേറെ കുറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഒരു ക്രിറ്റിസിസം, ആത്മാവെന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെ ഇരിക്കുകയാണ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അങ്ങനെ ആത്മാവിനെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു നിർവചനത്തിനെ നമ്മൾ അവിടെ നിരാകരിച്ചു. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഇല്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ പിറകെ വന്ന കാന്റിനെ പോലെ ഉള്ളവര് പറഞ്ഞു മനഃശാസ്ത്രം എന്താണ്, മനസ്സിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. അപ്പോഴും ഉണ്ടായി എന്താണ്, കുറെ ചോദ്യങ്ങളും കുറെ സംശയങ്ങളും ഒക്കെ. ഈ മനസ്സെന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്ന സാധനമാണ്? നമ്മൾ എല്ലാവരും ബയോളജിയിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റംസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട് 10ാം ക്ലാസ് അല്ലെ +2-ലൊക്കെ. പക്ഷെ അവിടെ പഠിച്ചപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ മനസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം നമ്മൾ എന്താ പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോഴും ചോദ്യമാണ്, മനസ്സ് എന്താണ്, അതിന്റെ സ്ഥാനം എവിടെയാണ്, അതെങ്ങനെ ഇരിക്കുകയാണ്? അപ്പോഴും എന്താണ്, മനസ്സിനെ പറ്റിയുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു നിർവചനത്തെയും നമുക്ക് തള്ളിക്കളയേണ്ടതായിട്ട് വന്നു. മൂന്നാമതൊരു കൂട്ടര് വന്നു, അവര് പറഞ്ഞു മനഃശാസ്ത്രം എന്തിന്റെ ശാസ്ത്രമാണ്, ബോധത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. ബോധം, മനഃശാസ്ത്രം എന്ന് പറഞ്ഞ കോൺഷ്യസ്നസ്, ബോധത്തിന്റെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരിൽ പ്രമുഖരായ 2 വ്യക്തികളുടെ പേരാണ് നമ്മൾ അവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്, വിൽഹം വൂണ്ടും വില്യം ജെയിംസും. ആരൊക്കെയാണ്? വിൽഹം വൂണ്ടും വില്യം ജെയിംസും. അവരാണ് പറഞ്ഞത് മനഃശാസ്ത്രം ബോധത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിഗ്മണ്ട് ഫ്രോയിഡിനെ അവിടെ എഴുതിയിട്ടില്ല, അത് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ ഒരു ആശയത്തോടു കൂടിയാണ് മനസ്സിന് മനസ്സ് മാത്രം, ബോധം മാത്രമല്ല ഉപബോധവും അബോധവും ഉണ്ട് എന്ന് പറഞ്ഞു. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ബോധമനസ്സ് മാത്രമല്ല, അവിടെ എന്തും കൂടെ ഉണ്ട്, ഉപബോധ മനസ്സും അബോധ മനസ്സും. അങ്ങനെ 3 തലങ്ങൾ മനുഷ്യന്റെ മനസ്സിനുണ്ട് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ ബോധത്തെ പറ്റിയുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനെയും നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു. പിന്നീട് വന്നവര് പറയുകയാണ് മനഃശാസ്ത്രം ചേഷ്ട അല്ലെങ്കിൽ വ്യവഹാരം അല്ലെങ്കിൽ ബിഹേവിയർ, നമ്മളുടെ ചേഷ്ടകൾ, ശരിക്കും പറഞ്ഞാൽ എന്താണത്? നമ്മളുടെ പെരുമാറ്റമാണ്. ചേഷ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റമാണ്. നമ്മളുടെ ചേഷ്ടകളെ അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരത്തെ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തെ, അതായത് ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അങ്ങനെ പറഞ്ഞത് JB വാട്സൺ ആണ്. ഇനി നമ്മൾ അവരെ പറ്റിയൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ JB വാട്സൺ ആണ് മനഃശാസ്ത്രം ചേഷ്ടകളെ അല്ലെങ്കിൽ വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു വെച്ചത്. പിന്നീട് ഒരു EA പീൽ എന്ന് പറഞ്ഞിട്ടൊരു സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു മനഃശാസ്ത്രം ചേഷ്ടകളുടെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. ചേഷ്ടകളുടെയും അനുഭവങ്ങളുടെയും അല്ലെങ്കിൽ ചേഷ്ടകളെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? EA പീൽ. അപ്പൊ അവിടെ ഞാൻ എന്റെ തൊട്ടു താഴെ ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ചേഷ്ട, എന്താണ് അനുഭവം? ഒരു കുഞ്ഞിന്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലായാൽ പോലും ഒരു മിഠായി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കും, അല്ലെ? ഒന്ന് ചിരിക്കും. അപ്പൊ നമ്മളുടെ ആ ചിരി എന്ന് പറയുന്നത് ചേഷ്ടയും മധുരം അനുഭവവുമാകുന്നു. അപ്പൊ മിഠായി നുണയുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? സന്തോഷത്താൽ ചിരിക്കുന്നു. അപ്പൊ അവന്റെ ചിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെന്താണ്? ചേഷ്ടയാണ്. ആ മധുരം എന്ന് പറയുന്ന ആ മിഠായി നുണയുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന അനുഭവം എന്താണ്? ആ കിട്ടുന്ന മധുരം എന്താണ്? അവന്റെ അനുഭവമാണ്. അപ്പം എന്താണ് EA പീല് പറഞ്ഞത്? ചേഷ്ടകളുടെയും അനുഭവങ്ങളുടെയും പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് EA പീൽ പറഞ്ഞിരിക്കുന്നത്. അത്രയുമാണ് മനഃശാസ്ത്രത്തെ പറ്റി ഓരോരുത്തരും തന്ന ഒരു ഡെഫിനിഷൻ. അപ്പൊ അവിടെ ഒരു ഫണ്ണി സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം അത്. മനഃശാസ്ത്രത്തിന് ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നെ മനസ്സു നഷ്ടപ്പെട്ടു, അതിനുശേഷം അതിന്റെ ബോധവും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു തരത്തിലുള്ള വ്യവഹാരം മാത്രം ബാക്കിയുണ്ട്. അപ്പൊ വ്യവഹാരത്തെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നിടം വരെ മാത്രമേ ആ ഫണ്ണി സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ എന്താണ്? ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ടു, മനസ്സ് നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്തുണ്ട്? ഒരു തരത്തിലുള്ള വ്യവഹാരം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് R.S. വുഡ്വർത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. എന്താണ്? R.S. വുഡ്വർത്ത് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഫണ്ണി സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇത് ആരുടേതാണ് എന്ന രീതിയിൽ ചോദിക്കാം. പിന്നീട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ 19-ാം നൂറ്റാണ്ട് വരെയും നമ്മൾ മനഃശാസ്ത്രത്തെ ഫിലോസഫിയുടെ അല്ലെങ്കിൽ ദർശനത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് ഒരു പ്രത്യേക ഫീൽഡ് ഓഫ് സയൻസ് ആയിട്ട് നമ്മൾ സൈക്കോളജിയെ കണ്ടിരുന്നില്ല. ഫിലോസഫിയുടെ ഒരു പോർഷൻ ആയിട്ട്, അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നമ്മൾ മനഃശാസ്ത്രത്തെ കണ്ടിരുന്നുള്ളൂ. എന്ന് വരെ? 19-ാം നൂറ്റാണ്ട് വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, പിന്നെ നമ്മളുടെ എന്താ പറഞ്ഞത്, സയൻസിനകത്തിലൊക്കെ ഉണ്ടായ ഒരുപാട് ഡെവലപ്മെന്റിന്റെ ഒക്കെ, ബയോളജിയുടെ, വൈദ്യശാസ്ത്രത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റോടുകൂടിയാണ് ഈ സൈക്കോളജി നമ്മളൊരു പ്രത്യേക ശാസ്ത്ര ശാഖയായിട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് അനുഭവജ്ഞാനവാദം അല്ലെങ്കിൽ എംപിരിസിസത്തിന്റെ പിതാവ് ജോൺ ലോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അനുഭവജ്ഞാനവാദം? എന്താണ് അനുഭവജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ? അനുഭവത്തിലൂടെ മാത്രമേ ആശയം ഉണ്ടാകൂ എന്നതാണ് അനുഭവജ്ഞാനവാദം. അതായത് നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? ഒരു ആശയം ഉണ്ടാകുള്ളൂ. അവിടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാലോ, ഒരു കൊച്ചുകുട്ടി ഒരു കത്തി നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ തീനാളത്തിന്റെ കളർ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ്. അവൻ അതിനകത്തിൽ പിടിക്കാൻ ചെല്ലും. അപ്പൊ നമ്മൾ എപ്പോഴും പറയും പിടിക്കരുത്, പൊള്ളും, അതിൽ തൊടരുത്, പൊള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മൾ ഒരു തവണ ആ കുഞ്ഞിനെ ആ തീനാളത്തിൽ ജസ്റ്റ് ഒന്ന് തൊടാൻ അനുവദിച്ചു നോക്കൂ, അവന്റെ കൈ പൊള്ളും ചെറുതായിട്ട്. പിന്നീട് ഒരിക്കലും അവൻ ആ തീനാളത്തെ തൊടാൻ ചെല്ലില്ല. എന്താണ്? ആ അനുഭവത്തിലൂടെ അവൻ പഠിച്ചു, എന്താണ്? തീയിൽ തൊട്ടാൽ പൊള്ളും. അതാണ് അനുഭവജ്ഞാനവാദം. എന്താ പറഞ്ഞിരിക്കുന്നത്? അനുഭവത്തിലൂടെ മാത്രമേ ആശയം ഉണ്ടാകൂ. അതായത് തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന ആശയം കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? അവന്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. ഓക്കെ. പിന്നീട് ജോൺ ലോക്ക് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, കുട്ടിയുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ്. അതിന് പറയുന്ന പേരാണ് ടാബുലാ റാസ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കുട്ടിയുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ്. വേറെ ചിലയിടത്ത് ഞാൻ അതൊരു ഒഴിഞ്ഞ മെഴുകുതിരി എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഞാൻ പറയും കുട്ടിയുടെ മനസ്സ് ഒഴിഞ്ഞ സ്ലേറ്റ് അല്ല എന്ന് ഞാൻ വേറൊരാൾ പറഞ്ഞതായിട്ട് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ടീച്ചറെ നിങ്ങൾ പണ്ട് പറഞ്ഞില്ലേ കുട്ടിയുടെ മനസ്സ് ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കരുത്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക, കുട്ടിയുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് ആണ് എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക്. അപ്പൊ പിന്നീട് പറഞ്ഞിരിക്കുന്നത് അനുഭവത്തിലൂടെ മാത്രമേ ആശയം ഉണ്ടാകൂ എന്നാണ് അനുഭവജ്ഞാനവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങൾ വന്നതോടെ ബോധത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന നിർവചനം അസ്വീകാര്യമായി. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനസ്സിന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ 3 അവസ്ഥകൾ ഉണ്ട് എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടതായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേഷ്ടകൾ അല്ലെങ്കിൽ വ്യവഹാരവുമായി മനഃശാസ്ത്രത്തിനുള്ള ബന്ധം ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്നത് മക്ഡ്യൂഗൽ എന്ന് പറയുന്ന ആളാണ്. എന്താണ്? മക്ഡ്യൂഗൽ. അപ്പൊ ചേഷ്ട അല്ലെങ്കിൽ വ്യവഹാരത്തിന് മനഃശാസ്ത്രവുമായുള്ള ബന്ധം അതിനെപ്പറ്റി ആദ്യമായി പറഞ്ഞു വെച്ചത് മക്ഡ്യൂഗൽ എന്ന ആളാണ്. മക്ഡ്യൂഗൽ. ഇത്രയുമാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് സൈക്കോളജിയുടെ പറയാനുള്ളത്. ഇനി അടുത്ത് പറയുന്നത് മനഃശാസ്ത്രത്തിന്റെ ശാഖകളാണ്. മെയിൻലി മനഃശാസ്ത്രത്തിന്റെ ശാഖകളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് പറയും. നമ്മൾ പ്യുവർ സയൻസ് എന്നൊക്കെ പറയും. ഇപ്പൊ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ സുവോളജി എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്യുവർ സയൻസ് ആണ്. അതുപോലെ പ്യുവർ സൈക്കോളജി ആണ് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്നാണ്. പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. അതായത്
അപ്ലൈഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് ബയോളജിയുടെയും കെമിസ്ട്രിയുടെയും ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ്. പോളിമർ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, അത് കെമിസ്ട്രിയുടെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ്. അതുപോലെ സൈക്കോളജിയുടെ ചില എന്താ പറയുന്നത്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ശാഖ. അപ്പൊ ഈ കേവല മനഃശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്. അത് ആ ജനറൽ സൈക്കോളജി എന്താണ്, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട പൊതുവായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന, പൊതുവായ എല്ലാ തത്വങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് സാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ ജനറൽ സൈക്കോളജി. പേരിനകത്തിൽ തന്നെയുണ്ട്, സാമാന്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിനകത്തിൽ മറ്റൊരു കാര്യം പറ്റില്ല, നമ്മളുടെ നാഡീവ്യവസ്ഥ, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ അനുഭൂതികൾ, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ പഠന പ്രക്രിയ, പ്രോസസ് ഓഫ് ലേണിംഗ്, അതുപോലെ നമ്മുടെ സ്മരണ, ഭാവന, ചിന്ത, ഇങ്ങനെയുള്ള ചിന്തനം തുടങ്ങിയ കാര്യങ്ങളെയും പഠന വിധേയമാക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്നതിനകത്തിലെ സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തിൽ പറഞ്ഞത്. അടുത്തതാണ് ജനിതക മനഃശാസ്ത്രം അല്ലെങ്കിൽ പാരമ്പര്യ മനഃശാസ്ത്രം, ജനറ്റിക് സൈക്കോളജി. നിങ്ങൾക്കറിയാം അല്ലെ എന്താണ് ജനിതക മനഃശാസ്ത്രം? ജനിതകം അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മളുടെ പിതാമഹന്മാരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പാരമ്പര്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനനം മുതൽ ഓരോ ഘട്ടത്തിലുമുള്ള മനുഷ്യ വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ ഇവ പഠിക്കുന്നത് ജനിതക മനഃശാസ്ത്രത്തിലാണ്. ജനനം മുതൽ ഓരോ ഘട്ടത്തിലും അതിനെ നമ്മൾ പഠിക്കും. ജനനത്തില് എന്താണ്, ശൈശവമുണ്ട്, ബാല്യത്തെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് കൗമാരമുണ്ട്, ദെൻ യൗവനമുണ്ട്, അത് കഴിഞ്ഞ് പ്രൗഢദശയുണ്ട്, അത് കഴിഞ്ഞ് വാർദ്ധക്യമുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ആ ഒരു എന്താ പറയുക, ആ സ്പാൻ ഓഫ് ലൈഫിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, പല ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഓരോ ഘട്ടത്തിലുമുള്ള നമ്മുടെ സ്വഭാവവും പെരുമാറ്റ രീതികളും ഒക്കെ എന്താണ്, വ്യത്യസ്തമാണ് അല്ലെ. ഒരു 5 വയസ്സുകാരൻ ബിഹേവ് ചെയ്യുന്നത് കണക്ക് ഒരു 25 വയസ്സുകാരൻ ബിഹേവ് ചെയ്താൽ നമ്മൾ എന്തോ പറയും, ഓ പുള്ളിക്കാരൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും അല്ലെ, അയാൾക്ക് എന്താ പറയുന്നത്, മാനസികമായ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ ഓരോ സമയങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ആ ബിഹേവിയറിനെ പറ്റി ആ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന, അത് നമ്മൾ വളർച്ചാ വികാസം എന്ന് പറയുന്ന യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ വളർച്ചയുടെ സ്വഭാവം, പെരുമാറ്റ രീതികൾ, ഇതൊക്കെ പഠിക്കുന്നു. മൂന്നാമത്തേതാണ് ശാരീരിക മനഃശാസ്ത്രം അഥവാ ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയും. അതായത് ചേഷ്ടകൾക്ക് അനുസൃതമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ പഠനം. നേരത്തെ പറഞ്ഞു, ചേഷ്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിഹേവിയർ ആണ്, നമ്മളുടെ പെരുമാറ്റമാണ്. അപ്പൊ ആ പെരുമാറ്റം, നമ്മളുടെ പെരുമാറ്റത്തിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാവും. അങ്ങനെയുള്ള അങ്ങനെയുണ്ടോ? ക്ലിയർ ആകാതുണ്ടോ സാറേ? ഇല്ല ടീച്ചറെ, പക്ക. ആരോ ഒരാൾ പറഞ്ഞു ക്ലിയർ ആകുന്നില്ല എന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ട്, സുർജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, സാറിനെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്താണ്, ചേഷ്ടകൾക്ക് അനുസൃതമായിട്ടുള്ള ശാരീരികം. അപ്പൊ നമ്മളിൽ പല ചേഷ്ടകൾക്ക്, പല പെരുമാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ചില ശാരീരിക പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും അല്ലെ. നമുക്കിങ്ങനെ ദേഷ്യം വരുന്നു, അതൊരു ചേഷ്ടയാണ്. ആ ദേഷ്യം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മളുടെ കണ്ണുകളൊക്കെ ചുമക്കും, നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം വികാരത്തെയും പെരുമാറ്റത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ പറ്റി പഠനം നടത്തുന്നത് ശാരീരിക മനഃശാസ്ത്രം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. അപ്പൊ ആ ഗ്രന്ഥികളുടെ പ്രവർത്തനം എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വികാരത്തെയും പെരുമാറ്റത്തെയും എങ്ങനെ ബാധിക്കുന്നു. അതായത് നമ്മളുടെ ശരീരത്തിലെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു അഡ്രീനൽ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ ദേഷ്യം എന്നൊക്കെ പറയുന്ന നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹോർമോണുകൾ, തൈറോക്സിൻ എന്നൊക്കെ പറയുന്ന ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ
മെറ്റബോളിസത്തെ പിന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഇപ്പൊ ഒരാൾക്ക് എപ്പോഴും ദേഷ്യമാണ്, മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ദേഷ്യം മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ആങ്സൈറ്റിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരുപക്ഷെ എന്താ പറയുക ആദ്യമേ ആ ഡോക്ടർ പറയുമായിരിക്കും ഇദ്ദേഹത്തിന്റെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വരുമെന്ന് പറയും. അപ്പൊ എന്താണ് ചിലപ്പോൾ അവിടെ ആ ഒരു തൈറോയിഡ് ഹോർമോണിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഈ മൂഡ് ഓഫും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതാണ് ശാരീരിക മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് താരതമ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ കമ്പാരേറ്റീവ് സൈക്കോളജി. താരതമ്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ കമ്പാരേറ്റീവ് സൈക്കോളജി. നമുക്കറിയാം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റത്തിലുള്ള സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളും പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് താരതമ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റത്തിൽ എന്തുണ്ടാവാം? ചിലയിടത്ത് ചില സാമ്യങ്ങൾ ഉണ്ടാകാം, ചിലയിടത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ സാദൃശ്യങ്ങളെയും ആ വ്യത്യാസങ്ങളെയും പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് താരതമ്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. അവിടെ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. പരീക്ഷണശാലയെ കേന്ദ്രമാക്കിയുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെ വികസനം. നമുക്കറിയാം സൈക്കോളജിയിൽ പല പഠനങ്ങളും പരീക്ഷണശാലയെ ആസ്പദമാക്കി നടത്തുന്നുണ്ട്. അതൊരു സയൻസ് ആണ്. സയന്റിഫിക് എവിഡൻസസ് നമുക്ക് പലപ്പോഴും സൈക്കോളജിയിൽ കിട്ടുന്നുണ്ട്. നമുക്കറിയാം മനഃശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബുകളൊക്കെ ഉള്ള കാര്യം നമ്മൾ ഇനി ഇങ്ങോട്ട് പഠിക്കും. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മൃഗങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതുപോലെയാണ് മനുഷ്യനിലും സംഭവിക്കുന്നതെന്നൊക്കെ നമ്മൾ പലയിടത്തും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ പരീക്ഷണശാലയെ കേന്ദ്രമാക്കിയുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങളുടെ വികസനം. അപ്പം ഈ പരീക്ഷണശാലകളിൽ വെച്ചിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്തു വരുന്നുണ്ട്? കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ടെക്നിക്കുകൾ, അതായത് ചില തെറാപ്പീസ്, ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്. അങ്ങനെ ഒരുപാട് തെറാപ്പീസ്, ഒരുപാട് ടെക്നിക്സ്, എങ്ങനെയാണ് മനഃശാസ്ത്രത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കണം. ഒരാൾ നമ്മളുടെ മുമ്പിൽ വന്നിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഈ വ്യക്തിക്ക് ആങ്സൈറ്റി ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് OCD ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്താ പറയുക ഉറക്കമില്ലായ്മയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ ടെക്നിക്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ്. ഈ ടെക്നിക്സ് അറിയാമെങ്കിൽ മാത്രമേ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്താ പറയുക കൗൺസിലിങ്ങും അതൊക്കെ ഇങ്ങനെ തെറ്റായി പോയിട്ട് അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പോകത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കറക്റ്റായ ടെക്നിക്സ് അവിടെ യൂസ് ചെയ്യണം. അപ്പൊ ആ ടെക്നിക്സിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? താരതമ്യ മനഃശാസ്ത്രമാണ്. ഇതൊക്കെയും താരതമ്യ മനഃശാസ്ത്രത്തിന്റെ സംഭാവനകളാണ്. അടുത്തതാണ് അപസാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയും. അതാണ് അസാധാരണമായ പെരുമാറ്റങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചുള്ള പഠനം. അതായത് ഒരു എന്താ പറയുക നോർമൽ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ പറ്റി പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് അപസാമാന്യ മനഃശാസ്ത്രം. അടുത്തതാണ് സാമൂഹിക മനഃശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി. എന്താണെന്ന് നോക്കാം. അതിന്റെ മാർഗദർശകൻ എന്ന് പറയുന്നത് മക്ഡ്യൂഗലാണ്. സാമൂഹിക മനഃശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയുടെ മാർഗദർശൻ, അതായത് അതിനെപ്പറ്റിയൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് മക്ഡ്യൂഗൽ എന്ന് പറയുന്ന ആളാണ്. എന്താണ് ഇവിടെ? വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയും പരസ്പര പ്രവർത്തനങ്ങളെയും സാമൂഹിക അടിസ്ഥാനത്തിൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ്, അല്ലെ? ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല, ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ അവർ തമ്മിലുള്ള പരസ്പര പ്രവർത്തനം, അവർ തമ്മിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? സാമൂഹിക അടിസ്ഥാനത്തിൽ പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. എന്താ പറഞ്ഞ? വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയും പരസ്പര പ്രവർത്തനങ്ങളെയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സാമൂഹിക അടിസ്ഥാനത്തിൽ. നമ്മൾ ഒരാളെ ഒരാളെ ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒരാൾ സമൂഹത്തിൽ പെരുമാറുന്നതും തമ്മിൽ രണ്ടാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല നമ്മൾ
പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ വലിയ വഴക്കാളിയായിരിക്കും അല്ലെ. പല കുട്ടികളെയും പറ്റിയിട്ട് പേരൻസ് ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പം ടീച്ചേഴ്സ് പറയും ഇവൻ എന്ത് നല്ല കുട്ടിയാണെന്ന് പറയും. നേരെ മറിച്ച് അവൻ വീട്ടിൽ ഇതേപോലെ ഗുരുത്തം കെട്ട ഒരു കുട്ടി ഉണ്ടാകത്തുമില്ലായിരിക്കും. മനസ്സിലായി? അപ്പൊ അങ്ങനെ അപ്പൊ ഒറ്റയ്ക്കല്ല, സാമൂഹിക അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളെയും അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ പറ്റി പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നു? സാമൂഹിക അടിസ്ഥാനത്തിൽ പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് സാമൂഹിക മനഃശാസ്ത്രം. അടുത്തതാണ് ശിശു മനഃശാസ്ത്രം അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി. ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശിശു മനഃശാസ്ത്രം തന്നെയാണെന്ന് പറയാൻ പറ്റും. അത്രമാത്രം ഡെവലപ്മെന്റ് ആണ് ആ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ, അവരുടെ ലേണിംഗ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു അനവധി കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ഇന്ന് പഠനം നടത്തുന്നുണ്ട്. നോക്കിക്കേ, കുട്ടികളുടെ മാനസികാവസ്ഥ, പാരമ്പര്യം, മാതാപിതാക്കന്മാരുടെ സ്വാധീനം, കുടുംബ ബന്ധങ്ങൾ, ക്രീഡാ താല്പര്യങ്ങൾ, കളിക്കാനുള്ള താല്പര്യങ്ങൾ എന്നാണ് ഇവ പഠന വിധേയമാക്കുന്നത്. അപ്പൊ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവനെ നമ്മളൊരു ചൈൽഡ് കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ അവരെന്തിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്? കുഞ്ഞിന്റെ മാനസികാവസ്ഥയെ പറ്റി, അവന്റെ പാരമ്പര്യത്തെ പറ്റി, മാതാപിതാക്കന്മാർക്ക് അവനിലുള്ള സ്വാധീനത്തെ പറ്റിയിട്ട്, അവന്റെ കുടുംബ ബന്ധങ്ങൾ, അവന്റെ കളിക്കാനുള്ള താല്പര്യം എന്നൊക്കെയുള്ള അവനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും പറ്റി പഠിക്കുന്നത് ശിശു മനഃശാസ്ത്രത്തിലാണ്. അതുപോലെ കുട്ടികളുടെ വൈകാരികവും ബുദ്ധിപരവുമായ വികസനവും ശിശു മനഃശാസ്ത്ര പഠന വിഷയമാക്കുന്നുണ്ട്. എന്താണ്? കുട്ടികളുടെ വൈകാരികവും ബുദ്ധിപരവും, അവന് വൈകാരിക വികസനം ഉണ്ടാകണം. 1ാം ക്ലാസ്സിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് ചേർക്കുമ്പോൾ ഉള്ള അവൻ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളാണോ അവൻ 10ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്നത്? അല്ല. ആ 5-6 വയസ്സുകാരനിൽ നിന്ന് അവൻ 15 വയസ്സുകാരനായപ്പോഴത്തേക്ക് എന്തുണ്ടായി? അവൻ വൈകാരികമായി ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി. അതുപോലെ അവൻ ബുദ്ധിപരമായി ഒരുപാട് വികസിച്ചു. അപ്പൊ ഇതൊക്കെയും ശിശു മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയങ്ങളാണ്. അപ്പം ഈ ശിശു മനഃശാസ്ത്ര ശാഖയ്ക്ക് ധാരാളം സംഭാവന നൽകിയ 2 ആളുകളാണ് ആർണോൾഡ് ഗസലും പിയാഷെ. ജീൻ പിയാഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആർണോൾഡ് ഗസലും പിയാഷെയും ശിശു മനഃശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകിയ 2 വ്യക്തികളാണ്. ഇനി അടുത്തതാണ് അതീത മനഃശാസ്ത്രം അല്ലെങ്കിൽ പാരാസൈക്കോളജി. അതീത മനഃശാസ്ത്രം അല്ലെങ്കിൽ അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി എന്നതിൽ നിന്നാണ് ആ വേർഡ് വന്നിരിക്കുന്നത്. അതീത മനഃശാസ്ത്രം അല്ലെങ്കിൽ പാരാസൈക്കോളജി. നോക്കിക്കേ, അതീന്ദ്രിയ അനുഭൂതി, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത്, അതുപോലെ കൺകെട്ട് വിദ്യ, ഇന്ദ്രിയാതീത വിദ്യ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ പറ്റി പഠന വിധേയമാക്കുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് അതീത മനഃശാസ്ത്രം. ഇവിടെയൊന്നും ഇപ്പോഴും ഇത് വലിയ രീതിയിലൊന്നും ഡെവലപ്പ് ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞില്ല 6th സെൻസ് എന്നൊക്കെ പറയത്തില്ല, 6ാം ഇന്ദ്രിയം. ചിലരൊക്കെ ഇങ്ങനെ ഗണിച്ച് പറയാം, അങ്ങനെയൊക്കെ ചെയ്തില്ല, ഇങ്ങനെ സംഭവിക്കാം. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. അപ്പൊ ആ സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരാളിങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന മട്ടിലുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമുക്ക് ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പഠനമാണ്. അതിനെപ്പറ്റിയുള്ള ഈ ശാഖ ഇപ്പോഴും എന്താ പറയുക, ശൈശവ ദിശയിലാണ്. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ആദ്യമൊന്നും ഇതിനെപ്പറ്റി ആരും ഇങ്ങനെ വിശ്വസിക്കത്തൊന്നുമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെയായിരുന്നു. നമ്മൾ ഓജോ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കത്തില്ലേ, അപ്പൊ അതേപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്തിൽ വരുന്നത്. അമേരിക്കക്കാരനായ റിനെ, റിനെയുടെ പഠനത്തോടെയാണ് പാരാ മനഃശാസ്ത്രത്തിന് പ്രാബല്യം കിട്ടിത്തുടങ്ങുന്നത്. അപ്പൊ ഈ റിനെ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ആ ഇന്ദ്രിയാതീത വിദ്യയും കൺകെട്ട് വിദ്യയൊക്കെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി എന്താ പറയുക ഗവേഷണങ്ങൾ നടത്തി അതിന്റെ പഠന ഫലങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടിയാണ് ഈ അതീത മനഃശാസ്ത്രത്തിന് ചെറിയൊരു പ്രാബല്യം കിട്ടിത്തുടങ്ങി, ഒരു പ്രാമുഖ്യം കിട്ടിത്തുടങ്ങിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലുമുണ്ട്. രാജസ്ഥാനിലാണ് ഡോക്ടർ ബാനർജിയുടെ നേതൃത്വത്തിൽ പാരാ മനഃശാസ്ത്രത്തിനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രാജസ്ഥാനിൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് രാജസ്ഥാനിൽ ഡോക്ടർ ബാനർജി, ആ 2 പേരുകളൊന്നും ഓർത്തിരുന്നാൽ മതി.
ഇനി അടുത്തതാണ് ഉപബോധ മനഃശാസ്ത്രം അല്ലെങ്കിൽ കൗൺസലിംഗ് സൈക്കോളജി എന്ന് പറയും. ഉപബോധ മനഃശാസ്ത്രം അല്ലെങ്കിൽ കൗൺസലിംഗ് സൈക്കോളജി നമ്മൾ പഠിക്കും, ഒരു യൂണിറ്റ് തന്നെയുണ്ട് അത്. വ്യക്തികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനായി അവരുടെ വൈയക്തികവും വൈകാരികവുമായ അവസ്ഥകൾ നിരീക്ഷിച്ച് പഠിക്കുന്നു. നോക്കിക്കേ, വ്യക്തികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകാൻ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകാം പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അവരുടെ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്തായാലും ഒരു കൗൺസിലർ ആകണമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ അവരുടെ വൈയക്തികം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ് മീനിങ്. വൈയക്തികം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്നുള്ളതാണ്. അവരുടെ വൈയക്തികവും വൈകാരികവുമായ ആസ് ആൻ ഇൻഡിവിജ്വൽ എന്ന രീതിയിലും അതുപോലെ അവരുടെ വൈകാരികവുമായ അവസ്ഥകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നിരീക്ഷിച്ച് മനസ്സിലാക്കും. അതിന് നമ്മളെ സഹായിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് എന്താണ്? കൗൺസലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒന്നെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി സൈക്കോളജി എന്നാണ്. വ്യക്തിത്വ മനഃശാസ്ത്രം. എന്താണ്? പേഴ്സണാലിറ്റി സൈക്കോളജി അല്ലെങ്കിൽ വ്യക്തിത്വ മനഃശാസ്ത്രം. എന്താണ്? വ്യക്തികളുടെ വ്യവഹാരങ്ങൾ. എന്താണ് വ്യവഹാരം എന്ന് പറഞ്ഞാൽ? നമ്മളിന്ന് തുടക്കം മുതൽ പറയുന്നുണ്ട്, നമ്മളുടെ പെരുമാറ്റമാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചേഷ്ടയാണ്. അപ്പൊ വ്യക്തികളുടെ വ്യവഹാരങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു വ്യാഖ്യാനിക്കുന്നു. അപ്പൊ നമ്മളുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് ഒരു എന്താ പറയുന്നത്, നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്തില് പപ്പു ചോദിക്കത്തില്ലേ, എന്തെങ്കിലും കുഴപ്പം എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരു ഡയലോഗ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ അതേപോലെ അപ്പൊ നമ്മളുടെ ഈ വ്യവഹാരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് ഇന്നതാണ് ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയാനായിട്ട് സാധിക്കും. അതിന് നമ്മളെ സഹായിക്കുന്നത് പേഴ്സണാലിറ്റി സൈക്കോളജിയാണ്. അടുത്തതാണ് പരീക്ഷണ മനഃശാസ്ത്രം. എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയും. അവിടെ നമ്മൾ തൊട്ടു മുമ്പ് പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചത് വ്യവഹാരങ്ങൾ സൂക്ഷ്മമായി പഠിച്ചു വ്യാഖ്യാനിക്കുന്നു എന്നുള്ള, ഒരാളുടെ വ്യവഹാരം എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് അതിനെപ്പറ്റി പഠിച്ച് വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഇന്നതാണ് ഇയാളുടെ പ്രശ്നം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. നേരെ മറിച്ച് പരീക്ഷണ മനഃശാസ്ത്രത്തിൽ എന്താ ചെയ്യുന്നത് നോക്കിക്കേ, വ്യവഹാരങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാൻ പഠനം നടത്തുന്നു. ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എങ്കിൽ ആ പെരുമാറ്റത്തിന്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് പരീക്ഷണ മനഃശാസ്ത്രം അഥവാ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വിൽഹം വൂണ്ടാണ്. നമ്മൾ ഇനി പഠിക്കും, അങ്ങോട്ട് പഠിക്കാനുണ്ട് വിൽഹം വൂണ്ടിനെ പറ്റി, അന്നേരം ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പൊ പരീക്ഷണ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് വിൽഹം വൂണ്ട്. ഇനി അടുത്തതാണ് മനോമിതി മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോമെട്രി എന്ന് പറയും. മനോമിതി മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോമെട്രി. നോക്കിക്കേ, മാനസിക കഴിവുകൾ അളക്കാനുള്ള ഉപാധികൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് വ്യക്തികളുടെ മാനസിക ഘടനയെ രൂഢപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ മാനസിക കഴിവുകൾ, ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്ന ഒരു കഴിവാണ് അല്ലെ. അപ്പൊ ആ ബുദ്ധി അല്ലെങ്കിൽ സർഗാത്മകത അല്ലെങ്കിൽ ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില ടെക്നിക്സ് ഉപയോഗിച്ച് അളന്നെടുക്കാൻ പറ്റും അല്ലെ. നമ്മൾ ബുദ്ധി IQ നമ്മൾ കണ്ടുപിടിക്കുന്നില്ലേ, ചില ക്വസ്റ്റ്യനെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? IQ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരാളുടെ സർഗാത്മകത എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഒരാൾക്ക് എന്തിനകത്തിലാണ് ആപ്റ്റിറ്റ്യൂഡ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ ഒരു വ്യക്തിക്കുള്ളത്, അല്ലെങ്കിൽ സംഗീതപരമായ ആപ്റ്റിറ്റ്യൂഡ് ആണോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ ഒരാൾക്കുള്ളത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണ്? ചില ഉപാധികൾ അവയെ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. IQ ഇത്രയാണെന്നല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപാധികൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് ഇപ്പൊ നമ്മള് ബിനെ സൈമൺ സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ IQ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിലാണ്. ആൽഫർ ബിനെയും
സൈമണും കൂടെ കണ്ടുപിടിച്ച ഒരു സ്കെയിലാണത്. അപ്പൊ അതെന്താണ്, അത് കണ്ടുപിടിക്കാൻ അവര് എന്താണ് ഉപയോഗിച്ചത്, ഈ മനോമിതി മനഃശാസ്ത്രം, അതായത് സൈക്കോമെട്രി എന്നാണ് നമുക്കതിന് പറയാൻ പറ്റുന്നത്. അപ്പൊ എന്താണ്, മാനസിക കഴിവുകൾ അളക്കാനുള്ള ഉപാധികൾ കണ്ടെത്തി അവ ഉപയോഗിച്ച് വ്യക്തികളുടെ മാനസിക ഘടനയെ ബലപ്പെടുത്തുന്നു എന്ന രീതിയിൽ. അപ്പൊ ഒരാൾക്ക് എന്താ പറയാ, ഇപ്പൊ ആപ്റ്റിറ്റ്യൂഡ് എന്തിനകത്താണോ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ട് ആ ആപ്റ്റിറ്റ്യൂഡ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജീവിതത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. ഇത്രയുമാണ് കേവല മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു മനഃശാസ്ത്ര ശാഖയിലുള്ളത്. ഇനി രണ്ടാമത്തേതാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ പറഞ്ഞില്ലേ, അതായത് സൈക്കോളജിയുടെ ചില ആസ്പെക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തേതാണ് നൈദാനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി. നൈദാനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി നോക്കിക്കേ എന്താണെന്ന്. ഒരു രോഗിയുടെ പ്രത്യേകമായ പെരുമാറ്റങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് പഠിക്കുന്നു. അപ്പൊ നമ്മളുടെ എന്താണ്, ക്ലിനിക്കൽ എന്ന ആ പേരിനകത്തിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട്, എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകളുമായി വരുന്ന ഒരു രോഗിയുടെ അവരെന്ത് ചെയ്യും, പ്രത്യേകമായ ചില പെരുമാറ്റ സവിശേഷതകളൊക്കെ ആയിരിക്കും അവർ നമ്മളെ കാണിക്കുന്നത്, അല്ലെ, അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പെരുമാറ്റങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് നൈദാനിക മനഃശാസ്ത്രം അഥവാ ക്ലിനിക്കൽ സൈക്കോളജി. അങ്ങനെ തന്നെ പറഞ്ഞിട്ട് സൈക്കോളജിയുടെ ഒരു വിഭാഗം തന്നെയുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി. അത് പഠിച്ച ആളുകളെ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലുകളിലൊക്കെയുള്ള സൈക്കോളജിസ്റ്റുകളിൽ മിക്കവാറും എല്ലാവരും ഈ ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞവരായിരിക്കും. രണ്ടാമത്തേതാണ് സമായോജനം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ഈ ശാഖ പ്രയോജനപ്പെടുത്തുന്നത്. എന്താണ് സമായോജനം എന്ന് പറഞ്ഞാൽ? അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. സമായോജനം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ആ പലർക്കും പലതിനോടും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മാനസികമായ ചില പ്രശ്നങ്ങളിലേക്ക് പോകുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയാണ് ആ അഡ്ജസ്റ്റ്മെന്റ് സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവയെ കൈകാര്യം ചെയ്യാനും ഈ പറഞ്ഞ നൈദാനിക മനഃശാസ്ത്രം നമ്മളെ സഹായിക്കും. ഇപ്പൊ ചിലര് ഇപ്പൊ എന്താ പറയുക, +2 കഴിഞ്ഞിട്ട് ഒരു കുട്ടിയെ നമ്മൾ എന്താ പറയുക ഒരു സ്കൂളിലേക്ക്, വേറൊരു സ്കൂളിലേക്ക് കൊണ്ടാക്കി. അപ്പൊ ആ കുട്ടിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അവൻ ചില എന്താ പറയുന്നത് പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ ആ കുട്ടിയിൽ ഉണ്ടാകാം. അതൊരു പ്രശ്നം. ചില പെൺകുട്ടികളെ കല്യാണം കഴിച്ച് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയാണ്. ഇനി അടുത്തതാണ് വ്യവസായ മനഃശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെങ്കിൽ ബിസിനസ് സൈക്കോളജി എന്നും പറയാം കേട്ടോ. വ്യവസായ മനഃശാസ്ത്രം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജി 1903 WD സ്കോട്ട് എന്താണ് WD സ്കോട്ട് പരസ്യത്തിന്റെ താത്വിക വശങ്ങളെ കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ് ഈ ആശയം രൂപപ്പെടാൻ കാരണം. നമുക്കറിയാം പരസ്യം അല്ലെ. അപ്പൊ നമ്മള് TV തുറന്നു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്തിലും എന്താ കയറി വരുന്നത്? പരസ്യം കയറി വരാറുണ്ട് അല്ലെ. പത്രം എടുത്തു നോക്കിയാൽ പരസ്യം മാത്രമേ ഉള്ളൂ. അപ്പം ആ പരസ്യം ഒരു അരമണിക്കൂറുള്ള ഒരു പ്രോഗ്രാമിനിടയിൽ ആ പരസ്യം ചിലപ്പോൾ ഒരു 10 തവണ വന്നെന്നിരിക്കാം. ആ പരസ്യം അത് നമ്മളെ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്വർണം എടുക്കാൻ നമുക്ക് കടയിൽ പോകണം. അപ്പൊ നമ്മള് കല്യാൺ ജുവലറിയുടെ പരസ്യം കാണുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്നാ കല്യാൺ ജുവലറിയിൽ പോയി സാധനം വാങ്ങി സ്വർണം എടുത്താൽ എന്താണ്, അല്ലെങ്കിൽ ആലൂക്കാസിന്റെ പരസ്യം വരും. അപ്പൊ നമുക്ക് തുണി എടുക്കണം എന്നുണ്ടെങ്കിൽ ആ പരസ്യം നമ്മളെ എന്ത് ചെയ്യും, ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. അപ്പൊ ആ പരസ്യം അങ്ങനെ ആവുമ്പോൾ നമ്മൾ പോകും, എന്നാ പിന്നെ ആലൂക്കാസിൽ പോയി സാധനം എടുക്കാം. അപ്പൊ അതാണ് ഈ പരസ്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വെറുതെ ഇത്രയും കോടികളൊക്കെ മുടക്കി അവർ ഈ പരസ്യങ്ങളൊന്നും ചെയ്തില്ല. അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളെ കൊണ്ട് ആ സാധനം വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരസ്യമൊക്കെ ചെയ്ത്. ഇപ്പൊ ഹോർലിക്സ് കുടിച്ചാൽ നമുക്ക് ഭയങ്കര ആരോഗ്യം ഉണ്ടാവും എന്ന് പറയും. വെറുതെയാണ്. അതിനകത്തിൽ ഗോതമ്പിന്റെ തവിടാണെന്ന് പറയും ഈ ഹോർലിക്സിനകത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കുട്ടിക്ക് ഹോർലിക്സ് വാങ്ങിച്ചു കൊടുത്താൽ അവന്റെ ബുദ്ധി ഷാർപ്പാകും,
അല്ലെങ്കിൽ ചവനപ്രാശം വാങ്ങിച്ചു കൊടുത്താൽ അവന്റെ ബുദ്ധി ഷാർപ്പാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായി? അതിനാണ് ഈ പരസ്യങ്ങൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ എടുക്ക സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് പരസ്യങ്ങളും ഇല്ലേ? അപ്പൊ അവര് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലെ? ഒരു കളിപ്പാട്ടം എടുത്താൽ അല്ലെങ്കിൽ ഒരു ഹോർലിക്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു പസിൽ ഫ്രീ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഹോർലിക്സ് എടുക്കാൻ അവൻ കൂടുതൽ താല്പര്യം കാണിക്കും. ഇതൊക്കെയാണത്. അതൊക്കെ ആ വ്യവസായത്തിലെ ട്രിക്കുകളാണ്. പിന്നെ അതിന്റെ അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് 1913 മസ്റ്റൻബർഗ് MUNSTERBURG മൻസ്റ്റൻബർഗ് മനഃശാസ്ത്രവും കാര്യക്ഷമതയും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഈ ശാഖയ്ക്ക് കൂടുതൽ പ്രചാരം നൽകി. എന്താണ് പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേര് മാത്രമേ പുസ്തകത്തിന്റെ പേര് മനഃശാസ്ത്രവും കാര്യക്ഷമതയും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഈ വ്യവസായ മനഃശാസ്ത്രത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഈ എന്താ പറയുക, അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യക്ഷമത. ഇപ്പൊ നമ്മൾ ഇൻസെന്റീവ് കൊടുക്കാറുണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെ? ബിസിനസ്സിനകത്തിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ലാഭം കിട്ടിക്കഴിയുമ്പോൾ ആ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് അവർ ആർക്ക് കൊടുക്കും? തൊഴിലാളികൾക്ക് കൊടുക്കും. അപ്പൊ ആ തൊഴിലാളികൾ വിചാരിക്കും, അടുത്ത തവണ എന്റെ മുതലാളിക്ക് ഞാൻ കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഇൻസെന്റീവ് ഇതിൽ കൂടുതലായിരിക്കുമല്ലോ എന്നവർ വിചാരിക്കും. ഇതൊക്കെയും ഈ വ്യവസായ മനഃശാസ്ത്രത്തിൽ വരുന്നതാണ്. അടുത്തതാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിമിനൽസിന്റെ കുറ്റവാളികളുടെ പെരുമാറ്റങ്ങൾ നിരീക്ഷിച്ച് അപഗ്രഥനം ചെയ്ത് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ്. ഒരാളും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല കേട്ടോ. ഒരു മനുഷ്യനും ഒരാളും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. ആ സമൂഹമാണ്, അവരുടെ പരിസരമാണ് അവനെ കുറ്റവാളിയാക്കി മാറ്റുന്നത്. അപ്പൊ അവന്റെ പെരുമാറ്റങ്ങളൊക്കെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആളുകള് ഒരുപക്ഷെ സന്യാസിയായിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഉദാഹരണങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി പഠിക്കുന്നതാണ് ക്രിമിനൽ സൈക്കോളജി. അതും ഇപ്പൊ ഒരുപാട് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അടുത്താണ് മിലിറ്ററി മനഃശാസ്ത്രം. അപ്പൊ ഈ പട്ടാളത്തിൽ പോകുന്ന ആളുകളെ എന്താ പറയുക, അവരെ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തിലൊക്കെ ചില കാര്യങ്ങൾ, ചില ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സൈനികരെ തിരഞ്ഞെടുക്കാൻ വേണ്ട ടെസ്റ്റുകള്, യോദ്ധാക്കളുടെ മനോവീര്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യൽ തുടങ്ങിയവ ഈ ശാഖയുടെ കീഴിൽ വരുന്നത്. അപ്പൊ അവര് ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കിയതിനു ശേഷമാണ് ഒരാളിനെ നമ്മൾ ആർമിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഡിഫൻസിലേക്കൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനഃശാസ്ത്രമാണ് മിലിറ്ററി മനഃശാസ്ത്രം. അടുത്തതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ബോധത്തിന്റെയും പഠനത്തിന്റെയും ശാസ്ത്രമാണ്. ബോധനം. വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ബോധനം, എങ്ങനെ പഠിപ്പിക്കണം, ടീച്ചിങ് എങ്ങനെയാവണം, അതുപോലെ പഠനത്തിന്റെ ഏറ്റവും നമ്മൾ ഈ പഠിച്ചതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, പഠനം എങ്ങനെയാണ് നടക്കുന്നത്, കുട്ടിയുടെ ഓർമ്മ കൂട്ടാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവന്റെ ബുദ്ധി കണ്ടുപിടിച്ചിട്ട് അവന്റെ IQ കണ്ടുപിടിച്ചിട്ട് അവന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്തു കൊടുക്കുക, കുട്ടിയുടെ താല്പര്യം എന്തിലാണെന്ന് കണ്ടെത്തിയിട്ട് ആ ഒരു വഴിയിലേക്ക് അവനെ തിരിച്ചുവിടുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലൂടെയാണ് പഠിക്കുന്നത്. ഇത്രയുമാണ് മനഃശാസ്ത്ര ശാഖകൾ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. അടുത്തതാണ് വിചാര മാതൃകകൾ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിഭാഗങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറയും. സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ വിചാര മാതൃകകൾ, മനഃശാസ്ത്രത്തിലെ വിചാര മാതൃകകൾ. അതിനകത്ത് ഒന്നാമത്തേതാണ് ഘടനാവാദം എന്ന് പറയും. ഘടനാവാദം. അതിന് മറ്റൊരു പേര് പറയുന്നതാണ് സംരചനാത്മക മനഃശാസ്ത്രം എന്ന് പറയാം. സംരചനാത്മക മനഃശാസ്ത്രം അല്ലെങ്കിൽ സ്ട്രക്ചറാലിസം എന്ന് പറയും. ഘടനാവാദം അല്ലെങ്കിൽ സംരചനാത്മക മനഃശാസ്ത്രം അല്ലെങ്കിൽ സ്ട്രക്ചറാലിസം എന്ന് പറയുന്നു. 1879 ജർമ്മനിയിലാണ് ഘടനാവാദം ഉടലെടുത്തത്. 1879 ജർമ്മനിയിൽ. അതിന്റെ ഉപജ്ഞാതാവ് ഞാൻ മുമ്പേ പലപ്പോഴും പറഞ്ഞു വരുന്ന ആരാണ്? വിൽഹം വൂണ്ടാണ്. എന്താണ്? വിൽഹം വൂണ്ടാണ്. അടുത്തത് ഘടനാവാദ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് വിൽഹം വൂണ്ടാണെങ്കിലും പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് E.B. ടിച്ച്നർ ആണ്. ആരാണ്? E.B. ടിച്ച്നർ എന്ന് പറയുന്ന ആളാണ്, സൈക്കോളജിസ്റ്റ് ആണ് ഈ ഘടനാവാദത്തെ വികസിപ്പിച്ചത്. അത് ജർമ്മനിയിൽ തുടക്കം കുറിച്ചെങ്കിലും അമേരിക്കയിലാണ് അത് വികസിച്ചത്.
മനുഷ്യന്റെ സംവേദനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്തിനാണ്? മനുഷ്യന്റെ സംവേദനം. എന്താണ് സംവേദനം എന്ന് പറഞ്ഞാല്? സെൻസേഷൻ. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് നമ്മൾ സംവേദനം എന്ന് പറയുന്നത്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾക്കാണ് നമ്മൾ സംവേദനം എന്ന് പറയുന്നത്. അപ്പൊ ആ സംവേദനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പിന്നെന്താണ് സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഘടനാവാദം എന്ന് പറയുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യരുടെ സചേതന അനുഭവങ്ങൾ, അതായത് കോൺഷ്യസ് എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മനഃശാസ്ത്രം പഠനം നടത്തുന്നത്. ഈ ശാഖ അല്ലെങ്കിൽ ഘടനാവാദം മനഃശാസ്ത്രത്തെ പറ്റിയുള്ള പഠനം നടത്തുന്നത് നമ്മളുടെ കോൺഷ്യസ് എക്സ്പീരിയൻസിലൂടെ, നമ്മൾ ബോധപൂർവമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില എക്സ്പീരിയൻസസിനെ കേന്ദ്രീകരിച്ചാണ് ഘടനാവാദം പഠനം നടത്തുന്നത്. പിന്നെ അന്തർനിരീക്ഷണത്തിന്റെ പ്രാധാന്യം. അന്തർനിരീക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഇൻസൈഡ് എന്നാണ്. അത് നമ്മൾ വീണ്ടും പഠിക്കും, ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അതിനെ പറ്റിയിട്ട്. ഇപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്കുക. അന്തർനിരീക്ഷണം, അതായത് ലുക്കിംഗ് ഇൻസൈഡ്, ഒരാള് അവനവന്റെ മനസ്സിലേക്ക് തന്നെ നോക്കുന്നതിനെയാണ് അന്തർനിരീക്ഷണം അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അന്തർനിരീക്ഷണത്തിന്റെ പ്രാധാന്യം? ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനം എന്നിവയെക്കുറിച്ചും സൂചനകൾ നൽകുന്നു. അപ്പൊ ഘടനാവാദമാണ് അന്തർനിരീക്ഷണത്തെ പറ്റി പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അന്തർനിരീക്ഷണം ബന്ധപ്പെട്ട ഏത് വിചാര മാതൃകയാണെന്നുള്ളത് അത് ഘടനാവാദമാണ്. അന്തർനിരീക്ഷണം അഥവാ ഇൻട്രോസ്പെക്ഷൻ, ലുക്കിംഗ് ഇൻസൈഡ് എന്നാണ്. പിന്നെ അവരെന്ത് ചെയ്തിരിക്കുന്നു നോക്കിക്കേ, മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാം. അപ്പൊ മനുഷ്യന്റെ മനസ്സിനെ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഓരോ ഘടകങ്ങളായി വിഭജിക്കാം. അതായത് എന്തൊക്കെയാണ്? സംവേദനങ്ങൾ, സെൻസസ് അല്ലെ, അതുപോലെ ആശയങ്ങൾ. ഈ സംവേദനങ്ങളിലൂടെയൊക്കെയാണ് ആശയങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംവേദനം, നമ്മൾ നമ്മുടെ എന്താ പറയുക, തൊട്ടു നോക്കുമ്പോഴല്ലേ നമ്മൾ പൊള്ളി എന്ന് പറയുന്നത്. അപ്പൊ അത് ചൂടിൽ തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ആശയമായി മാറുകയാണ്. അപ്പൊ സംവേദനത്തിലൂടെയാണ് ആശയം ഉണ്ടാകുന്നത്. അപ്പം സംവേദനങ്ങൾ, ആശയങ്ങൾ, ബിംബങ്ങൾ, ഇമേജസ്. നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? പലതിനെ പറ്റിയുമുള്ള ഇമേജസ്, ബിംബങ്ങളുണ്ട്, അല്ലെങ്കിൽ വികാരങ്ങൾ. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഇമോഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ മനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? ഇങ്ങനെ പലതരത്തിലുള്ള ഘടകങ്ങളായി വേർതിരിക്കാമെന്നും ഈ ഘടകങ്ങളെ കുറിച്ചാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കേണ്ടതെന്നും ആണ് ഘടനാവാദം പറയുന്നത്. അപ്പൊ ആ പേരിനകത്തിൽ തന്നെയുണ്ട് എന്താ? മനുഷ്യ മനസ്സിനെ എന്ത് ചെയ്യുന്നു? പല ഘടകങ്ങളായിട്ട്, പല സ്ട്രക്ചറായിട്ട് നമ്മളിങ്ങനെ മുറിച്ചു മാറ്റുന്നു, അതിങ്ങനെ മാറ്റി വെക്കുന്നു. എന്നിട്ട് ആ ഘടകങ്ങളെ കുറിച്ച്, ആ ഘടകങ്ങളുടെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കേണ്ടത് എന്നും ആണ് ആര് വാദിക്കുന്നത്? ഘടനാവാദം. 1979 ജർമ്മനിയിൽ ഉടലെടുത്തു. വിൽഹം വൂണ്ടാണ് ഉപജ്ഞാതാവ്. അതിനെ ഡെവലപ്പ് ചെയ്തത് ടിച്ച്നറാണ്. മനുഷ്യന്റെ സംവേദനത്തിന് ആണ്, സെൻസേഷനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. പിന്നെ അന്തർനിരീക്ഷണത്തിന്റെ പ്രാധാന്യം, അന്തർനിരീക്ഷണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഘടനാവാദമാണ്. പിന്നെ മനുഷ്യ മനസ്സിനെ ഘടകങ്ങളായി വിഭജിക്കാമെന്നും ഈ ഘടകങ്ങളെ കുറിച്ചാണ് മനഃശാസ്ത്രത്തിൽ പഠിക്കേണ്ടതെന്നും പറഞ്ഞത് ആരാണ്? ഘടനാവാദമാണ്. ഘടനാവാദം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ധർമ്മവാദമാണ്. ധർമ്മവാദം അല്ലെങ്കിൽ അതിനെ പ്രകാര്യാത്മക മനഃശാസ്ത്രം എന്ന് പറയും. പ്രകാരാത്മക മനഃശാസ്ത്രം അല്ലെങ്കിൽ ഫങ്ഷണാലിസം എന്ന് പറയും. മനഃശാസ്ത്രത്തിലെ ഏറെ പഴക്കമുള്ള ഒരു ചിന്താധാരയാണ് ഇതെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്നും ധർമ്മവാദത്തിന്റെ ചില സ്ഫുരണങ്ങൾ മനഃശാസ്ത്ര പഠനത്തിൽ കാണാൻ പറ്റുമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുണ്ട്, പക്ഷെ അതിന്റെ ചില കാര്യങ്ങൾ ഇന്നും മനഃശാസ്ത്രത്തിൽ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനഃശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ചിന്താധാര ഏതെന്ന് ചോദിച്ചാൽ അത് ധർമ്മവാദമാണ്. അതിന്റെ ഉപജ്ഞാതാവ് വില്യം ജെയിംസ് ആണ്. വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ്.
അവരെന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മനസ്സിന്റെ പ്രവർത്തനം, ആ പേരിനകത്ത് തന്നെ ഫങ്ഷൻ അല്ലെ, മനസ്സിന്റെ മറ്റേതിനകത്തിൽ എന്തായിരുന്നു? സ്ട്രക്ചറാലിസം ആയിരുന്നു. എന്തായിരുന്നു? മനസ്സിന്റെ ഘടകങ്ങൾക്കായിരുന്നു, സ്ട്രക്ചറിനായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ടാണ് അതിന് സ്ട്രക്ചറാലിസം എന്ന പേര് വന്നത്. ഇവിടെ എന്താണ്? മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക്, മനസ്സിന്റെ ഫങ്ഷൻസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഫങ്ഷണാലിസം എന്ന പേര് തന്നെ വന്നത്. മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. യെസ്. ഇനി അടുത്ത നോക്കിക്കേ, ജീവികളുടെ അടിസ്ഥാന ജീവിത ലക്ഷ്യം തന്നെ പരിസരവുമായി നന്നായി ഇഴുകിച്ചേരലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ നിലനിൽക്കുന്ന പരിസരവുമായി ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുന്നു. അങ്ങനെ ഇഴുകിച്ചേരുന്നതിന്, നമ്മുടെ പരിസരവുമായി നമ്മൾക്ക് നന്നായി ഇഴുകിച്ചേരുന്നതിന് മനസ്സ്, പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം, പ്രോബ്ലം അനാലിസിസ് എന്ന് പറയാം, തുടങ്ങിയ പല ധർമ്മങ്ങളും നടത്തും. അതിനാൽ നമ്മുടെ മനസ്സ്, അതായത് നമ്മളുടെ ചുറ്റുപാടുമായി ഇഴുകിച്ചേരുന്നതിന് വേണ്ടി നമ്മളുടെ മനസ്സ് എന്തു ചെയ്യുന്നു? പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം തുടങ്ങിയ പല ധർമ്മങ്ങളും നടത്തുന്നു. അപ്പൊ ഇതിനകത്തിലൂടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടുമായി നമ്മൾ ഇഴുകിച്ചേരുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു ധർമ്മങ്ങള്? പഠനം, ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം തുടങ്ങിയ പല ധർമ്മങ്ങളും നമ്മുടെ മനസ്സ് നടത്തും. ഈ ധർമ്മങ്ങൾ ആയിരിക്കണം മനഃശാസ്ത്രത്തിന്റെ പഠന വിഷയം എന്നാണ്. അപ്പൊ നമ്മളുടെ ചുറ്റുപാടുമായി ഇഴുകിച്ചേരുന്നതിന് നമ്മളുടെ മനസ്സ് ചില ധർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ ധർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തികളാണ് പഠനം, അല്ലെങ്കിൽ ഓർമ്മ, പ്രചോദനം, പ്രശ്നാപഗ്രഥനം, ഇതൊക്കെ. അപ്പൊ ഈ ധർമ്മങ്ങളെ പറ്റി, പഠനത്തെ പറ്റി, അല്ലെങ്കിൽ ഓർമ്മയെ പറ്റി, അല്ലെങ്കിൽ പ്രചോദനത്തെ പറ്റി, അല്ലെങ്കിൽ പ്രശ്നാപഗ്രഥനത്തെ പറ്റി ഒക്കെ ആയിരിക്കണം നമ്മൾ എവിടെ പഠിക്കേണ്ടത്? മനഃശാസ്ത്രത്തിൽ പഠിക്കേണ്ടത് എന്നാണ് ധർമ്മവാദം പറയുന്നത്. അപ്പം അതിന്റെ ഉപജ്ഞാതാവിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, വില്യം ജെയിംസ്. വീണ്ടും വേറെ കുറച്ച് ആളുകളും കൂടെ ധർമ്മവാദത്തെ അനുകൂലിക്കുന്നവരുണ്ട്. അവര് ജോൺ ഡൂയി, ഹാർവേ കാർ, ജെയിംസ് റോളണ്ട്, ഏഞ്ചൽ തുടങ്ങിയവരും ധർമ്മവാദികളാണ്. ജോൺ ഡൂയി നിങ്ങൾക്കറിയാം, ഫിലോസഫർ ആണ് അല്ലെ. ജോൺ ഡൂയി, ഹാർവേ കാർ, ജെയിംസ് റോളണ്ട്, ഏഞ്ചൽ ഇവരുമൊക്കെ ആരാണ്? ധർമ്മവാദികൾ ആണ്. അപ്പൊ ഫങ്ഷണാലിസം മനസ്സിന്റെ ഘടകങ്ങളെ പറ്റി പഠിക്കണമെന്ന് പറയുമ്പോൾ, ധർമ്മവാദം എന്തിനെ പറ്റി പഠിക്കണമെന്ന് പറയുന്നു? മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിന്റെ ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നു. ഇനി മൂന്നാമത്തേതാണ് വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം അല്ലെങ്കിൽ പെരുമാറ്റ മനഃശാസ്ത്രം, ബിഹേവിയറിസം. എന്തൊക്കെയാണ്? വ്യവഹാരവാദം, ചേഷ്ടാവാദം, പെരുമാറ്റ മനഃശാസ്ത്രം, ബിഹേവിയറിസം. പേരുകൾ പലതും പറയുന്നത് ഇംഗ്ലീഷിൽ ബിഹേവിയറിസം എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ മലയാളത്തിൽ അവർ പല പേരുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. 1919 അമേരിക്കയിൽ ഉടലെടുത്ത മനഃശാസ്ത്ര ശാഖയാണ്. 1919 അമേരിക്കയിൽ ഉടലെടുത്തു. ഇതിന്റെ ഉപജ്ഞാതാവ് ജോൺ ബി വാട്സൺ ആണ്. JB വാട്സൺ, ജോൺ ബി വാട്സൺ അഥവാ JB വാട്സൺ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. എന്താണ്? സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന കൃതിയിലാണ് ചേഷ്ടാവാദത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്. ഇപ്പൊ JB വാട്സന്റെ ഏതാണ് പുസ്തകം? സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ്. സൈക്കോളജി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം. അപ്പൊ ആണെങ്കിൽ ആ പുസ്തകം ആരുടേതാണെന്ന് ചോദിക്കാം. ആ പുസ്തകത്തിലാണ് ചേഷ്ടാവാദത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത്. നമ്മള് വില്യം ജെയിംസ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമായ ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ചേഷ്ടാവാദത്തിന്റെ വിദൂര സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുസ്തകത്തിന്റെ പേരാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി. വില്യം ജെയിംസിന്റെ പുസ്തകമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൈക്കോളജി. ആ പുസ്തകത്തിൽ അദ്ദേഹം ചേഷ്ടാവാദത്തെ പറ്റി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രേ.
ഇനി ഇവരെന്താ പറയുന്നതെന്ന് നോക്കിക്കേ. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ ബാഹ്യ പ്രവർത്തനങ്ങൾക്ക് അഥവാ ചേഷ്ടകൾക്ക് പ്രാധാന്യം നൽകി. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതും, അതായത് കാണാൻ പറ്റുന്നതും എത്രമാത്രം എന്ന അളക്കാവുന്നതുമായ ബാഹ്യ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ പുറമേയുള്ള പെരുമാറ്റങ്ങൾക്ക് മാത്രമാണ് അവർ ഇമ്പോർട്ടൻസ് നൽകിയത്. മനസ്സിലായോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരാളിനെ കാണുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കുകയാണ്. അപ്പൊ ആ ചിരി മാത്രമേ ഒരാൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, അല്ലെ? പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ആളിനോട് അങ്ങേയറ്റം ദേഷ്യമാണ്. ആ ദേഷ്യം എൻ്റെ ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതെന്റെ ആന്തരികമായ ഒരു ചേഷ്ടയാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത്? ആഹാ, ഇവർ തമ്മിൽ എന്തോ ഒരു സൗഹൃദമാണെന്ന് വിചാരിക്കും, അല്ലെ? അപ്പം ബാഹ്യമായ ചേഷ്ടകൾക്ക് മാത്രമാണ് ആര് ഇമ്പോർട്ടൻസ് നൽകിയത്? ചേഷ്ടാവാദികൾ ഇമ്പോർട്ടൻസ് നൽകിയത്. ജീവികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ മനുഷ്യർക്കും ബാധകമാണെന്ന് കരുതി. നമുക്കറിയാം, പാവലോവ്, സ്കിന്നർ, തോണ്ടേക്ക്, ഇവരെല്ലാം നമ്മൾ പഠിച്ചതാണ്, അല്ലെ? പഠിച്ചില്ലേ? യെസ്, ഇവരെയൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്തത്? പട്ടി, പൂച്ച, എലി തുടങ്ങിയ, അല്ലെങ്കിൽ കോഴി തുടങ്ങിയ ജീവികൾ, പ്രാവ് തുടങ്ങിയ ജീവികളിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തി ഇതുപോലെയാണ് മനുഷ്യനിലും എന്ന് അവര് പറഞ്ഞു വെച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ മനുഷ്യർക്കും ബാധകമാണെന്ന് കരുതി. മനസ്സ് നിരീക്ഷണ വിധേയമല്ലാത്തതിനാൽ അവർ അതിനെ പാടെ അവഗണിച്ചു. മനുഷ്യന്റെ മനസ്സിനെ ആർക്കും നിരീക്ഷിക്കാൻ പറ്റത്തില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല. എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ആ മനസ്സ് എന്ന് പറയുന്ന ആ ഒന്നിനെ അവർ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായത്. അടുത്തത് പറയുന്നത് ഇതാണ്: ചോദക പ്രതികരണ സാഹചര്യങ്ങളാണ് ചേഷ്ടകൾക്ക്, ബിഹേവിയറിന് അടിസ്ഥാനമെന്നും അനുബന്ധനത്തിലൂടെയാണ്, കണ്ടീഷനിങ്ങിലൂടെയാണ് പഠനം നടക്കുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു. അപ്പൊ എന്താണ് ചോദക പ്രതികരണ സാഹചര്യം? ഒരു ചോദകം ഉണ്ടാകുന്നു, ആ ചോദകത്തിനനുസരിച്ച് എന്തോ ഉണ്ടാകുന്നു? ഒരു പ്രതികരണം ഉണ്ടാകുന്നു. കുട്ടി മുട്ടായി നുണഞ്ഞു, ചേഷ്ടയാണ്. അപ്പൊ അവൻ എന്ത് ചെയ്തു? ചിരിച്ചു, അത് അവന്റെ പ്രതികരണമാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ചോദക പ്രതികരണ സാഹചര്യങ്ങളാണ് ചേഷ്ടകൾക്ക് അടിസ്ഥാനം. നമ്മുടെ ബിഹേവിയറിന് അടിസ്ഥാനം എന്താണ്? ചോദകവും പ്രതികരണവും തമ്മിൽ എന്തുണ്ടാവുന്നു? അനുബന്ധനം, കണ്ടീഷനിങ്. ഇത് നമ്മൾ പാവലോവിനെയും തോണ്ടേക്കിനെയും സ്കിന്നറിനെയും വാട്സണെയും ഒക്കെ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ചോദക പ്രതികരണ ബന്ധം എന്താണെന്ന് അവിടെ പഠിക്കും. ഇവിടെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഒരു ചോദകം ഉണ്ടാകുന്നു, ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു, ആ സ്റ്റിമുലസിനനുസരിച്ച് എന്തുണ്ടാകുന്നു? ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പം ആ ചോദക പ്രതികരണ സാഹചര്യങ്ങളാണ് ചേഷ്ടകൾക്ക് അടിസ്ഥാനമെന്നും അനുബന്ധനത്തിലൂടെയാണ്. ഈ ചോദകവും പ്രതികരണവും തമ്മിൽ എന്ത് ചെയ്യുന്നു? അനുബന്ധനം, കണ്ടീഷൻ ചെയ്യുന്നു. അതിലൂടെയാണ് പഠനം നടക്കുന്നതെന്നും ചേഷ്ടാവാദികൾ അഭിപ്രായപ്പെട്ടു. അനുകരണം, ആവർത്തനം എന്നിവ വഴി ഏതൊരു വ്യവഹാരത്തെയും നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാനാവുമെന്ന വിശ്വാസത്തെ ഇവർ ബലപ്പെടുത്തി. നമ്മൾ ഒരു കാര്യത്തെ അനുകരണം, ആവർത്തനം, ഏതൊരു കാര്യവും റിപ്പീറ്റ് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഏതൊരു വ്യവഹാരത്തെയും മാറ്റാൻ പറ്റും എന്നും ചേഷ്ടാവാദികൾ പറഞ്ഞത്. അങ്ങനെയല്ലേ അതിനകത്ത് പറയുന്നത്? പിന്നെ വാട്സൺ എന്താ പറയുന്നത്? വെളുത്ത മുയല് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിനെ ഒരു പരീക്ഷണം നടത്തി എന്ത് സംഭവിച്ചു? വെളുത്തത് എന്തിനേയും ആ കുട്ടിയിൽ ഭയമുളവാക്കിയെടുത്തില്ലേ? അവൻ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾക്കിടയിലേക്ക് ഒരു വെളുത്ത എലിയെ വാട്സൺ കടത്തിവിട്ടു. ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, വളരെ 11 മാസം പ്രായമായ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾക്കിടയിലേക്ക് ഒരു വെളുത്ത എലിയെ കടത്തിവിട്ടു. അപ്പൊ ഈ എലി വരുമ്പോൾ ഈ എലിയെ തൊടാനായിട്ട് ഈ കുഞ്ഞ് ആൽബർട്ട് ശ്രമിക്കുമ്പോൾ എന്തു ചെയ്തു? ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം കേൾപ്പിച്ചു. അങ്ങനെ പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ അവന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന അവന്റെ വെളുത്ത മുയലിനെ പോലും ആ കുഞ്ഞിന്
ഭയം ഉളവാക്കുന്നതാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അനുകരണവും ആവർത്തനവും വഴി ഏതൊരു വ്യവഹാരത്തെയും നാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാനാവും. പിന്നെ വേറെ കുറച്ച് ആളുകളും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു പാവലോവ്, വാട്സൺ, സ്കിന്നർ, തോണ്ടേക്ക്, ഹൾ, ടോൾമാൻ എന്നിവർ ചേഷ്ടാവാദികളാണ്. പിന്നെ നമ്മള് എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോ തെറാപ്പിയില് ചില ട്രീറ്റ്മെന്റുകളിൽ ഉപയോഗിക്കുന്നതാണ് ടോക്കൺ എക്കോണമി, അതുപോലെ അവേർഷൻ തെറാപ്പി. ഇതൊക്കെയും ബിഹേവിയറൽ ടെക്നിക്കുകളാണ്. ചേഷ്ടാവാദത്തിൽ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ് ടോക്കൺ എക്കോണമി, അതുപോലെ അവേർഷൻ തെറാപ്പി എന്ന് പറയും. ഈ ആൽക്കഹോളിസ്റ്റുകൾക്ക്, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താ പറയുന്നത്, ചില സാധനങ്ങൾ ഈ ആൽക്കഹോളിനോട് മിക്സ് ചെയ്ത് അവർക്ക് കൊടുക്കും. ഇതകത്ത് ചെല്ലുമ്പം അവർ വോമിറ്റ് ചെയ്യും. പിന്നീട് അവർക്ക് ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ആ ഒരു സാധനം കാണുമ്പം തന്നെ പേടിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ അവേർഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളുടെ കുഞ്ഞുങ്ങള് ക്ലാസ്സിൽ അവര് 10ൽ 10 മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓരോ സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുക്കത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ, അതല്ല, അതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതൊക്കെയും ബിഹേവിയറൽ ടെക്നിക്സ് ആണ്. സാറ് ഇതിനകത്തിലുണ്ടോ സാറ്? സുജിത് സാർ എന്തോ പറഞ്ഞു സാറേ? ഞാൻ ഒരു പോർഷനും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓ ചെയ്തു ചെയ്തു ശരി. ഓക്കെ. അപ്പം നമ്മളിപ്പം 3 പഠിച്ചത് ഘടനാവാദം, ധർമ്മവാദം, ചേഷ്ടാവാദം. ഇനി അടുത്തതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ചിലരതിനെ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്നും പറയുന്നുണ്ട്. ഞാൻ പഠിച്ചു വന്നത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്നു. നിങ്ങൾ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പഠിച്ചിരിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഓക്കെ, നോക്കിക്കേ. ഘടനാവാദത്തോടും വ്യവഹാരവാദത്തോടും ഉള്ള വിമർശനം എന്ന നിലയിൽ ഉടലെടുത്ത ഒരു വിചാര മാതൃകയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഘടനാവാദത്തോടും വ്യവഹാരവാദത്തോടും എന്ത് ചെയ്തു? അതിനെ രണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഉടലെടുത്ത ഒരു എന്താ പറയാ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. 1912 ജർമ്മനി, മാക്സ് വർത്തിമർ. ഓക്കെ, 1912 ജർമ്മനിയിൽ ആണ് ഇത് ഉദയം കൊണ്ടത്. 1912 ജർമ്മനിയിൽ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിന്റെ ഒരു ആശയം, അതിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം ഇതാണ്: ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. എന്താണ്? ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഇതാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പൊ അവര് നോക്കിക്കേ, അതാണ് പൂർണ്ണതയ്ക്ക് അതിന്റെ അംശങ്ങളെ അപേക്ഷിച്ചുള്ള സവിശേഷ രൂപഗുണത്തെയാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. എന്താണ്? പൂർണ്ണതയ്ക്ക്, ഒരു കാര്യത്തിന്റെ ഹോൾ, ആ ഹോളിന് അതിന്റെ അംശങ്ങളെക്കാൾ, അതിന്റെ ഫാക്ടേഴ്സിനെക്കാട്ടിൽ കൂടുതൽ എന്താണ് അപേക്ഷിച്ചുള്ള സവിശേഷ രൂപഗുണത്തിനെയാണ് ഗസ്റ്റാൾട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ആ ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദം പറഞ്ഞു, ജർമ്മനിയിലാണ് ഉദയം കൊണ്ടതെന്ന് പറഞ്ഞു. ആ ജർമ്മൻ പദത്തിന്റെ അർത്ഥം ആകൃതി, രൂപം, പ്രതിഭാസം എന്നാണ്. അപ്പൊ എന്താണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥമാണ് ആകൃതി, രൂപം, പ്രതിഭാസം. 3 പേരാണ് പ്രധാനമായും ഗസ്റ്റാൾട്ടിസ്റ്റുകൾ. ആരോ ഒരാള് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സ് വെർത്തിമർ, വോൾഫ് ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക. യെസ്, വേറെ മെസ്സേജസ് വരുന്നുണ്ട്. ആരൊക്കെയാണ്? മാക്സ് വെർത്തിമർ, വോൾഫ് ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക. ഇവര് 3 പേരുമാണ് ഗസ്റ്റാൾട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിനകത്തില് ഈ മാക്സ് വെർത്തിമർ എന്ന് പറയുന്ന ആള് ഒരു തീവണ്ടി യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് ഗസ്റ്റാൾട്ടിസത്തിന്റെ തുടക്കത്തിന് കാരണം. ആരാണ്? മാക്സ് വെർത്തിമർ ഒരു ട്രെയിൻ യാത്ര ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഒരു അനുഭവം ഉണ്ടായി. അത് ഒരു ഇതിൽ ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും പ്രൈവറ്റ് ബസ്സിൽ അല്ലെങ്കിൽ ഉത്സവ സ്ഥലം, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ഉത്സവ സ്ഥലത്ത് പോയിട്ടുള്ളവരാണ് അല്ലെ? അപ്പൊ നമ്മൾ അവിടെയൊക്കെ ലൈറ്റ് വെച്ചുള്ള അറേഞ്ച്മെന്റ്സ് കാണാറുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ തന്നെ ദൈവങ്ങളുടെയൊക്കെ പടം വെച്ചിട്ട് അതിന്റെ ചുറ്റിനും ഇങ്ങനെ ലൈറ്റ്, ഇങ്ങനെ പല കളറിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ
കത്തി ഇങ്ങനെ ഓടുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? ആ കത്തി ഇങ്ങനെ വരുമ്പോൾ അതിങ്ങനെ ഓടി ഓടി നിൽക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ആ സംവിധാനത്തിലെ ഒരു ബൾബിനെ മാത്രം നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബ് അനങ്ങുന്നുണ്ടാവുമോ? അതൊരു ബോർഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ആ ബൾബുകള് കത്തുകയും കെടുകയും ചെയ്യുമ്പോൾ ചലനം എന്ന് പറയുന്ന ഒരു അനുഭവം സംജാതമാകുന്നുണ്ട്. നമ്മളുടെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? ഈ ചോദനകളെ ഒരു പ്രത്യേക രീതിയിൽ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ ചലനത്തിന്റെ ഒരു പ്രതീതി ഉളവാകുന്നു. ഇതിന് പറയുന്ന പേരാണ് ഫൈ പ്രതിഭാസം എന്നാണ് പറയുന്നത്. ഫൈ പ്രതിഭാസം എന്ന് പറയുന്നു. അപ്പൊ ഈ മാക്സ് വെർത്തീമർക്ക് അദ്ദേഹത്തിന്റെ തീവണ്ടി യാത്രയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി തുടങ്ങി വെക്കാൻ കാരണം. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കേണ്ടിയും വന്നു. അടുത്തത് നോക്കിക്കേ, പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം. എന്താണ്? പരിസരം, നമ്മളുടെ ചുറ്റുപാടും നമ്മളുടെ പരിസരത്തിന്റെ സമഗ്രത. നമ്മൾ ആ പരിസരത്തിനെ എന്തായിട്ട് കാണുന്നു? ഹോളായിട്ട് കാണുന്നു, മുഴുവനായിട്ട്. നമ്മളുടെ പരിസരത്തിനെ നമ്മൾ എങ്ങനെ കാണണം? മുഴുവനായി കാണണം. അപ്പൊ പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ച, ഇൻസൈറ്റ്. നമുക്ക് ആ പരിസരത്തെ നമ്മൾ ഹോളായി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ചയാണ് പഠനം അല്ലെങ്കിൽ പ്രശ്ന പരിഹരണം എന്ന് പറയുന്നത്. അതെന്താണെന്ന് ഗസ്റ്റാൾട്ടിസത്തിലെ സുൽത്താന്റെ എക്സാമ്പിൾ പഠിപ്പിക്കും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പൊ ഇത് മാത്രം മനസ്സിലാകുക. എന്താണ്? പരിസരത്തിന്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനം. പിന്നെയും പറയുന്നുണ്ട്, പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ്. എന്തിനെയാണ്? പ്രത്യക്ഷണം അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സംവേദനങ്ങൾക്ക് അർത്ഥമുണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? പെർസെപ്ഷൻ ഉണ്ടാകുന്നത്. സെൻസേഷൻ, പെർസെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സംവേദനം എന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവങ്ങളാണ്. സംവേദനം, ആ ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് അർത്ഥമുണ്ടാകുമ്പോൾ അത് എന്തായി മാറുന്നു? പെർസെപ്ഷനായി മാറുന്നു. ആ പെർസെപ്ഷനെ അല്ലെങ്കിൽ ആ പ്രത്യക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള മനോവിജ്ഞാന ശാഖയാണ് ഗസ്റ്റാൾട്ടിസം. ഇവര് പറയുന്ന ഒരു കാര്യം, പഠനത്തിൽ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ഇൻസൈറ്റ് ആണ് മുഖ്യ ഘടകം എന്നാണ് പറയുന്നത്. അന്തർദൃഷ്ടി അഥവാ ഇൻസൈറ്റ്. അന്തർദൃഷ്ടി അഥവാ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചയാണ് മുഖ്യ ഘടകം. പഠനം നടക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഒരു അന്തർദൃഷ്ടി ഉണ്ടാകണം. ഈ ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അനുസരിച്ചാണ് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന അതും 3ലെയും 4ലെയും EVS എന്ന് പറയുന്ന ആ ഒരു വിഷയവും അങ്ങനെ കോയിൻ ചെയ്തിരിക്കും, അങ്ങനെ ഉണ്ടാക്കിയിട്ട് വിഷയങ്ങളായിട്ട് വേർതിരിക്കാതെ അതിനെ ഹോളായിട്ട് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ ബിഹൈൻഡിലുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് ഗസ്റ്റാൾട്ട് സിദ്ധാന്തമാണ്. ഓക്കെ, അതായത് എന്താണ് പെർസെപ്ഷൻ? ഗസ്റ്റാൾട്ടിസത്തിലെ പെർസെപ്ഷൻ പറയുന്നത് ഇതാണ്: പീപ്പിൾ പെർസീവ് തിങ്സ് ആസ് എ ഹോൾ റാദർ ദാൻ ആസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ പാർട്സ്. ഇപ്പൊ നമ്മള് ഒരു വീടുണ്ടാക്കുന്നത് കട്ടയുണ്ട്, സിമെന്റ് ഉണ്ട്, ദെൻ എന്താണ് തടിയുണ്ട്, അതിനകത്തില് കമ്പിയുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അതൊക്കെ അതുണ്ടാക്കിയിരിക്കുന്ന തിങ്സ് ആണ്. ആ തിങ്സിനെ സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്. അതെല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അത് എന്തായി മാറുന്നു? നമ്മളുടെ വീടായി മാറുന്നു. അങ്ങനെ പ്രത്യേകം എന്താ പറയുന്ന സാധനങ്ങളായിട്ട് കാണാതെ ഹോളായിട്ട് മുഴുവനായിട്ട് നമ്മൾ കാണണം എന്നാണ് ഗസ്റ്റാൾട്ടിസം പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ, അതിന്റെ നോട്ട്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ സാറേ? ഓക്കെ, ഇവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചു നോക്കാൻ ടീച്ചറെ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ സാറേ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ? നല്ല ക്ലാസ്സാണ്. നല്ല ക്ലാസ് ആയിട്ടാ. ഓക്കെ, ഓക്കെ സാർ. നിങ്ങൾക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിന് മുമ്പ് ടീച്ചറിനോടൊന്ന് ചോദിക്കുക. എന്നിട്ട് തീർത്തിട്ട് ക്ലാസ് തുടങ്ങും കേട്ടോ ടീച്ചർ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.